നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഇന്ത്യയുടെ ഭാവി സമുദ്ര ശക്തിയെ തന്നെ മാറ്റിമറിക്കാനിടയുള്ള ഒരു മഹത്തായ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ലോക രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ നേടിയ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്. ഇത് ഒരു സാധാരണ വികസന പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഭാവി സാമ്പത്തിക ശക്തിക്കും പ്രതിരോധ സുരക്ഷയ്ക്കും ചൈനയെ നേരിടാനുള്ള തന്ത്രത്തിനും വലിയ പ്രാധാന്യമുള്ള നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ പദ്ധതിക്കെതിരെ രാഷ്ട്രീയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ രംഗത്തും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഇക്കാര്യങ്ങൾ പരിശോധിക്കാം. ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി എന്താണ്? എന്തുകൊണ്ടാണ് ലോകം ഇതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്? ചൈനയ്ക്ക് ഇത് എങ്ങനെ വെല്ലുവിളിയാകുന്നുണ്ട്? അവസാനമായി ഈ പദ്ധതിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ആദ്യം ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിനെ കുറിച്ച് മനസ്സിലാക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഈ ദ്വീപ് ഇന്ത്യക്ക് അത്യന്തം തന്ത്രപ്രധാനമായ സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽപാതകളിലൊന്നായ മലാക്ക സ്ട്രെയിറ്റിന് വളരെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലാക്ക സ്ട്രെയിറ്റ് എന്തുകൊണ്ട് ഇത്ര പ്രധാനമാണെന്ന് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കടൽപാതയാണ് മലാക്ക കടലിടുക്ക്. ലോക വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനം ചരക്കുകളും എണ്ണക്കപ്പലുകളും ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഈ കടൽപാത അത്യാവശ്യമാണ്. ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു പങ്കും ഈ വഴിയിലൂടെയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മലാക്ക സ്ട്രെയിറ്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തികൾക്ക് ഭാവിയിലെ ജിയോ പൊളിറ്റിക്സിൽ വലിയ സ്വാധീനമുണ്ടാകും. ഇവിടെയാണ് ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി പ്രാധാന്യമാകുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ വൻ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം, അന്താരാഷ്ട്ര വിമാനത്താവളം, വൈദ്യുതി ഉൽപാദന കേന്ദ്രം, പുതിയ നഗരവികസനം എന്നിവ ലക്ഷ്യമിടുന്നുണ്ട്. ഇത് വിജയകരമായി പൂർത്തിയായാൽ ഇന്ത്യക്ക് എന്ത് നേട്ടമാകും ഉണ്ടാവുക? ഒന്നാമതായി സമുദ്ര സുരക്ഷ. ഇന്ത്യൻ നാവികസേനയ്ക്ക് മലാക്ക സ്ട്രെയിറ്റിന് സമീപം കൂടുതൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിയും. അവശ്യ സമയങ്ങളിൽ ചൈനീസ് കപ്പൽ ഗതാഗതം ഉൾപ്പെടെ പ്രധാന നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള കഴിവ് ഇന്ത്യക്ക് വർദ്ധിക്കും. രണ്ടാമതായി സാമ്പത്തിക നേട്ടം. ഇപ്പോൾ ഏഷ്യയിലെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകൾ സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളാണ് നിയന്ത്രിക്കുന്നത്. ഗ്രേറ്റ് നിക്കോബാർ വികസിപ്പിച്ചാൽ ഇന്ത്യക്കും അന്താരാഷ്ട്ര ചരക്ക് ഗതാഗത രംഗത്ത് വലിയ പങ്ക് നേടാനാകും. ഇത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ലക്ഷ്യങ്ങൾക്കും പിന്തുണ നൽകും. മൂന്നാമതായി ആഗോള രാഷ്ട്രീയ നേട്ടം. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവരുമായി ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധം കൂടുതൽ ശക്തമാകാൻ ഇത് സഹായിക്കും. ക്വാഡ് പോലുള്ള സഖ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രാധാന്യം ഉയരാനും സാധ്യതയുണ്ട്. അതേസമയം ചൈന വർഷങ്ങളായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം, ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം, മ്യാൻമർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ നിക്ഷേപങ്ങൾ ഇവയെല്ലാം ചൈനയുടെ വലിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇതിനിടയിൽ ഇന്ത്യയും ശക്തമായി തിരിച്ചടിക്കാനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് മാത്രമല്ല, ഇത് ഭാവിയിലെ സമുദ്രശക്തി മത്സരത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഈ പദ്ധതിക്കെതിരെ ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് വനനശീകരണം വർദ്ധിക്കാമെന്നും അപൂർവ ജീവജാലങ്ങൾക്ക് ഭീഷണി ഉണ്ടാകാമെന്നും ആദിവാസി സമൂഹങ്ങളുടെ ജീവിതത്തെ ബാധിക്കാമെന്നുമാണ്. ഇത്തരം ചർച്ചകൾ ഒരു ജനാധിപത്യ രാജ്യത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ ചർച്ച കൂടുതൽ ശക്തമാകാൻ കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ഈ പദ്ധതിയെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ വാദം പരിസ്ഥിതിയും പ്രാദേശിക ജനങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നതാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ നിരീക്ഷകരിലും ഉയരുന്ന ചോദ്യം മറ്റൊന്നാണ്. ഇന്ത്യയുടെ ഭാവി സുരക്ഷയ്ക്കും സമുദ്രശക്തിക്കും നിർണായകമായ ഒരു പദ്ധതിയെ രാഷ്ട്രീയ തർക്കത്തിന്റെ ഭാഗമാക്കണോ എന്നാണ് ചോദ്യം. ലോകം വേഗത്തിൽ മാറുകയാണ്. ചൈന പോലുള്ള രാജ്യങ്ങൾ അതിവേഗം
തങ്ങളുടെ തന്ത്രപ്രധാന പദ്ധതികൾ നടപ്പാക്കുകയാണ്. അത്തരത്തിൽ ഇന്ത്യയും വലിയ ദീർഘവീക്ഷണത്തോടെ മുന്നോട്ടു പോകേണ്ട സമയമാണെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ഇന്ത്യയുടെ തന്ത്രപ്രധാന നീക്കങ്ങളെ എല്ലായ്പ്പോഴും രാഷ്ട്രീയ കണ്ണിലൂടെ മാത്രം കാണുന്നത് രാജ്യത്തിന്റെ ദീർഘകാല താൽപര്യങ്ങൾക്ക് ഗുണകരമാകില്ലെന്നാണ് വിമർശകർ അഭിപ്രായപ്പെടുന്നത്. കാരണം ഗ്രേറ്റ് നിക്കോബാർ പോലുള്ള പദ്ധതികൾ ഒരു സർക്കാർ മാറിയാൽ അവസാനിക്കുന്ന ചെറിയ പദ്ധതികളല്ല. ഇത് ഇന്ത്യയുടെ അടുത്ത 30-40 വർഷത്തെ സമുദ്രശക്തിയെ നിർണയിക്കാവുന്ന വലിയ നീക്കങ്ങളാണ്. അതേസമയം വികസനവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ ബാലൻസ് പാലിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ലോകരാഷ്ട്രീയത്തിൽ ഇനി കടൽപാതകളെ നിയന്ത്രിക്കുന്ന രാജ്യങ്ങൾക്കാണ് കൂടുതൽ സ്വാധീനം ലഭിക്കുന്നത്. അത്തരം ഭാവിയിലേക്ക് ഇന്ത്യ ശക്തമായി മുന്നേറുന്നുവെന്ന സന്ദേശമാണ് ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി നൽകുന്നത്. ചൈനയ്ക്ക് മുന്നറിയിപ്പായി മാറുമോ ഇന്ത്യയുടെ നീക്കം? മലാക്ക സ്ട്രെയ്റ്റിൽ ഇന്ത്യ പുതിയ ശക്തിയായി ഉയരുമോ? അതോ രാഷ്ട്രീയ വിവാദങ്ങൾ പദ്ധതിയെ മന്ദഗതിയിലാക്കുമോ? അത് വരാനിരിക്കുന്ന വർഷങ്ങൾ തീരുമാനിക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.